ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മൾ കുട്ടികൾക്ക് കഞ്ഞിവെള്ളവും പഴമും കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ കുട്ടിക്ക് കഞ്ഞിവെള്ളം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യേ കഞ്ഞിവെള്ളമാണോ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഇച്ചിരി ജ്യൂസോ അല്ല വേറെ എന്തെങ്കിലും കൊടുത്തൂടെ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ബട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ എന്തൊക്കെയുണ്ട്, ഈ കഞ്ഞിവെള്ളത്തിനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ത്രൂ എ ഡോക്ടറായിരുന്നു. അഗെയിൻ എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിലെ ലൈക്ക് 6 months വരെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തു, പാല് മാത്രമേ കുടിക്കുന്നുള്ളായിരുന്നു. ആഫ്റ്റർ 6 months ആയിരുന്നു നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്, സോളിഡ്സ് കഴിച്ചു തുടങ്ങി. ബട്ട് സോളിഡ്സ് നമ്മൾ കൊടുക്കുമായിരുന്നെങ്കിലും ലൈക്ക് എന്താ പറയുക, കുറുക്ക് അങ്ങനത്തെയൊക്കെ മാത്രമേ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളായിരുന്നു. അപ്പം ഈ കഞ്ഞിവെള്ളം കുഞ്ഞിന് കൊടുക്കണം എന്ന് നമുക്ക് ഒരു ചിന്ത പോലും നമുക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ, നമുക്കറിയത്തില്ലായിരുന്നു, ആരും നമ്മളോട് പറഞ്ഞിട്ടും ഇല്ലായിരുന്നു. പിന്നെ ഗ്രാജുവലി ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പം വെള്ളമൊക്കെ ഇങ്ങനെ ഇച്ചിരി കൊടുത്തൊക്കെ തുടങ്ങി. എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് സോഡാപ്പൊടി പറ്റത്തില്ല, സോഡാപ്പൊടി ഇട്ട ഫുഡ്സും പറ്റത്തില്ല ആൾക്ക്. അപ്പം ടിയായ്ക്ക് സോഡാപ്പൊടി ഇട്ട എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ടിയായ്ക്ക് ഇത് ടമ്മി അപ്സെറ്റ് ആവും, അപ്പോഴേ പോകും. പിന്നെ ആൾ ഇത് കംപ്ലീറ്റ് ടമ്മിന്ന് പോകുന്ന വരെ ആള് ഷീ കീപ്പ് ഓൺ ഗോയിങ് ടു ടോയ്ലറ്റ്. അങ്ങനെ ഫുള്ള് പിന്നെ ആൾ ഡ്രെയിനായി കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരു കുട്ടി ഒന്ന് അപ്സെറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ആ സെയിം സിറ്റുവേഷൻ ആയിരിക്കും ടിയായ്ക്ക്, എപ്പോഴും ഓടി നടക്കുന്ന ഒരാളാണ്. അപ്പം ഇതുപോലെ ടമ്മി അപ്സെറ്റായി തീരെ വയ്യാണ്ടാവുമ്പോഴത്തേക്ക് പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേക്കത്തില്ല, വയ്യ, കരച്ചിൽ, ക്രാങ്കി ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ എഴുന്നേക്കത്ത് പോലുമില്ല, ബെഡിൽ തന്നെ ഒറ്റ കിടപ്പായിരിക്കും. അപ്പോഴായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടായപ്പോൾ ഐ കോൾഡ് ഡോക്ടറിനെ വിളിച്ച് ഞാനിതുപോലെ ചോദിച്ചു. ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, ഡോക്ടർ ആദ്യം പറഞ്ഞത് ഒരു കാര്യം ആദ്യം കുട്ടി സ്റ്റേബിൾ ആകാൻ വേണ്ടി നിങ്ങളൊരു കാര്യം കുഞ്ഞിന് കഞ്ഞിവെള്ളം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളമോ ഡോക്ടർ, ഞാൻ കഞ്ഞിവെള്ളം കൊടുത്തിട്ടില്ല, കൊടുത്താൽ കുടിക്കത്തില്ല, പിന്നെ വയ്യാതെയും കൂടെ ഇരിക്കുകയല്ലയോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ആദ്യമേ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ കുറച്ച് പ്രായമുള്ളൊരു ഡോക്ടറായിരുന്നു കേട്ടോ, ബട്ട് എ വെരി ഗുഡ് ഡോക്ടർ. ഷീ വാസ് ഇൻ എ റിനൗണ്ട് ഹോസ്പിറ്റൽ ഇൻ ട്രിവാൻഡ്രം. അപ്പം നല്ലൊരു ഡോക്ടറായിരുന്നു. അപ്പം ഡോക്ടർ ഇതുപോലെ ആദ്യം എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് കാണിക്കുന്നു, കൊച്ചിന് കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണ്ടേ, ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്ത് കൊടുക്കും നിങ്ങൾ. അപ്പോഴാണെങ്കിൽ എനിക്കന്നെ അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്നാമത് കുഞ്ഞിങ്ങനെ കിടക്കുന്നു, കഞ്ഞിവെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ഐ കാൺട്ട് ഈവൻ ഗിവ് എ ട്രൈ, കാരണം വയ്യാതെ കിടക്കുന്നു. അല്ലാത്തപ്പോഴാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് കഴിപ്പിച്ച് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് വയ്യാതെയും കൂടെ കിടക്കുക, ഞാൻ എങ്ങനെ ഒന്ന് എന്തെങ്കിലും കൊടുക്കും. പിന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബട്ട് ഡോക്ടർ പറഞ്ഞ് എന്ത് മരുന്നാണെങ്കിലും എന്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലും കുട്ടി ആദ്യം ഒന്ന് സ്റ്റേബിൾ ആവണം. അത്രയും കുഞ്ഞിലെ നമുക്ക് സ്റ്റേബിൾ ആവാൻ നമുക്ക് ORS കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ ORS ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് ഉപ്പും പഞ്ചസാരയും കുറച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയും. അതൊക്കെ ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേക്കാണ്, വളരെ കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ചെന്നപ്പെട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, അയ്യോ ഭയങ്കര ഒരു തെറ്റായിപ്പോയി, നമ്മൾ കഞ്ഞിവെള്ളം കൊടുത്ത് ശീലിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അപ്പോഴും കുഞ്ഞിന് ആ ദിവസം ഞാനിതുപോലെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാൻ കുറച്ച് കൊടുത്തു. ഷീ വാസ് സ്റ്റേബിൾ എന്ന് വെച്ചാൽ ബാക്ക് ടു നോർമൽ അല്ല, കുറച്ച് സ്റ്റേബിളായ ആൾ. പിന്നെയാണ് എനിക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തീരെ അങ്ങ് കുറഞ്ഞ് കാണുന്ന ഒരു സംഭവം. നമ്മൾ പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴും എല്ലാവരും കഞ്ഞിവെള്ളം കുടിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഏറ്റവും അടിപൊളി ഒരു ഡ്രിങ്കാണത്. അപ്പം ഞാൻ തന്നെ മാജിക്കൽ ഡ്രിങ്കാണ്, മറ്റേ മിറക്കിൾ ഡ്രിങ്കാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇതാണ് ഏറ്റവും ഒരു മാജിക്കൽ ഡ്രിങ്ക്, ബിക്കോസ് ഇറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അന്ന് എനിക്ക് അതുപോലെ വർക്ക് ചെയ്തു, അതുകൊണ്ട് ഞാൻ പറയുകയാണിത് ഇത് ഒരു മാജിക്കൽ ഡ്രിങ്കാണെന്ന്. അപ്പം നിങ്ങളുടെ കുട്ടികളെ കുഞ്ഞിലെ തന്നെ കഞ്ഞിവെള്ളം കുടിക്കാൻ ശീലിപ്പിക്കുക, അതാണ് ഞാൻ പറയാൻ വരുന്നത് ഈ വീഡിയോയിൽ കൂടെ. അപ്പം
കഞ്ഞിവെള്ളം പിന്നെ ഞാൻ കൊടുത്തേ പിന്നെ എന്നും ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്ന സമയത്തിലേക്ക് ചോറ് ഞാനിങ്ങനെ ഞെക്കിയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോസ് പിന്നെ ചെയ്യുന്നതായിരിക്കും അബൌട്ട് ദ ഫുഡ് വിച്ച് ഐ ഗേവ് ആൻഡ് ദ ഫോമുലേഷനൊക്കെ. അപ്പം അങ്ങനെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വെള്ളത്തിന് പകരം ഞാൻ കഞ്ഞിവെള്ളമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മിണ്ടി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ടിയമ്മ പറയുന്നത് ഞാഞ്ഞാ വെള്ളം എന്നായിരുന്നു. കഞ്ഞിവെള്ളം എന്ന് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാഞ്ഞാ വെള്ളം വേണം എന്ന് പറയായിരുന്നു. പിന്നെ ഐ സ്റ്റാർട്ടഡ് ടെല്ലിങ് പീപ്പിൾ ലൈക്ക് യു ഷുഡ് സ്റ്റാർട്ട് ഗിവിങ്, ഇത് കൊടുത്തു തുടങ്ങണം നിങ്ങൾ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഇറ്റ് ഹെൽപ്ഡ്, അങ്ങനെ ഞാൻ പറഞ്ഞു. പിന്നെ ആൾക്കാരിങ്ങനെ കൊടുത്തു തുടങ്ങിയായിരുന്നു, എല്ലാവരും കഞ്ഞിവെള്ളം പ്രിഫർ ചെയ്ത് തുടങ്ങി. പിന്നെ ഞാൻ അതുപോലെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പഴവും ഇതുപോലെ നിങ്ങൾ കൊടുത്തു തുടങ്ങും. അതും എനിക്ക് ഉണ്ടായൊരു ബുദ്ധിമുട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിന് ഇപ്പോൾ ഈ പറയുന്ന പോലെ കുട്ടികൾ സോളിഡ്സ് കഴിച്ച് തുടങ്ങുമ്പം അതുപോലെ വെള്ളം കുടിക്കണമെന്നില്ല. വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളുണ്ട്. വെള്ളം കുടിക്കാൻ മടി കാണിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഇവർക്ക് ഈ പറയുന്ന പോലെ ടോയ്ലറ്റ് പോകാൻ നേരത്ത് ഭയങ്കര പെയിനായിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, അവർക്കത് തീരെ സഹിക്കാൻ പറ്റത്തില്ലായിരിക്കും കുഞ്ഞിലെ. സോ ഇതുപോലെ തന്നെ ടിയാമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഷീ വാസ് നോട്ട് ഏബിൾ ടു പൂപ്പ് മാത്രമല്ല കൊണ്ടുപോയി ഇരുത്തി പോകാനും പറ്റുന്നില്ല. ഷീ കാൺ സ്റ്റാൻഡ്, ഷീ കാൺ സിറ്റ്, ഷീ കാൺ സ്ലീപ്പ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ കരച്ചിൽ. അപ്പോൾ നമ്മൾ വി കോൾഡ് ഇപ്പോൾ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റേ രസകദളി, ഐ എം സോറി ഈ പേര് ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്, രസകദളി പഴം. ഓക്കെ, അപ്പോൾ ഇപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം കേട്ടോ. ഞാൻ ചെന്നൈയിലാണല്ലോ ജനിച്ചു വളർന്നത്. അവിടെ എല്ലാം ജനറലി മഞ്ഞപ്പഴം അല്ലെങ്കിൽ പച്ചപ്പഴം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചത്. ഇവിടെ വന്നിട്ടാണ് ഞാലിപ്പൂവൻ അല്ലെങ്കിൽ റോബസ്റ്റ അല്ലെങ്കിൽ രസകദളി, ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ ഞാൻ പഠിക്കുന്നത്. സോ ആ ഒരു പേര് എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് മൈൻഡിലൊന്ന് ആ പേര് ഞാൻ ഓർത്തിട്ടായിരിക്കും ഞാൻ പറയുന്നത്. സോ മേക്ക് യുവർ കിഡ് ഹാവ് ദിസ് പഴം. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് അന്ന് അതുപോലെ വയ്യാതെ വന്ന ആ സമയത്ത് ഞാൻ അന്നേരം ഓർത്തു, ഓൾറെഡി ഈ സംഭവമൊക്കെ ഫോം ആയിരിക്കുകയാണ്, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഈ പഴം കൊടുക്കുന്നതുകൊണ്ട് ഹൗ കം ഇറ്റ് ഹെൽപ്സ്. പിന്നെ ഞങ്ങൾ പഴം കൊടുത്തു. പഴം ആദ്യമായിട്ടാണെന്ന് കൊടുത്തത് കേട്ടോ. പഴം അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു സെയിം സിറ്റുവേഷൻ ആയിരുന്നു. പഴം കൊടുത്തു, പഴം കഴിച്ച് കഴിഞ്ഞ് എനിക്കൊന്ന് ലൈക്ക് ഇൻ ഹാഫ് ആൻ അവർ ഓർ സോ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഷീ പൂപ്ഡ്. ലൈക്ക് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു, ബട്ട് ഷീ വാസ് ഏബിൾ ടു പൂപ്പ്. അന്ന് ഐ അണ്ടർസ്റ്റുഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പഴം. സോ അതും ഞാൻ ഓർത്തു, ഐ ഹാവ് ടു ടെൽ ഇറ്റ് ഔട്ട് ഇൻ ദിസ് വീഡിയോ, ദ ഇമ്പോർട്ടൻസ് ഓഫ് കഞ്ഞിവെള്ളം ആൻഡ് പഴം. ഇത് രണ്ടും ഈ പറഞ്ഞ കൂട്ട് പഴയ കാലത്തെ സംഭവങ്ങളാണ്. ബട്ട് അതായിരിക്കാം പഴയ കാലത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മമ്മിയൊക്കെ പറയും, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാം തരുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളുമുള്ള. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ മോഡേണൈസ് ആയിക്കൊണ്ടിരിക്കുക, അതിൻ്റെ കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലും മോഡേണൈസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്കിടെ ഉദ്ദേശിക്കുന്നത്. സോ കഞ്ഞിവെള്ളം ആൻഡ് പഴം, മേക്ക് ഷുവർ നിങ്ങളുടെ കുഞ്ഞ് ഇത് രണ്ടും കുടിച്ചും കഴിച്ചും ശീലിക്കുക എന്നുള്ളത് ഇറ്റ് റിയലി ഹെൽപ്സ്. ഓക്കെ, സോ അതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം കമൻസും എന്നോട് പറയണമെന്ന് തോന്നുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. എന്നെ അറിയാവുന്നവർ മെസ്സേജ് ചെയ്യുക. ഐ വിൽ ബി വെരി ഗ്ലാഡ് ടു ഷെയർ, ഐ വിൽ ബി വെരി ഗ്ലാഡ് ടു ടോക്ക് അബൌട്ട് ഓൾ ദീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പേരൻറ്റിങ് കാര്യങ്ങൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ കീപ്പ് ഇൻ ടച്ച്, ടേക്ക് കെയർ, ടിൽ ദെൻ ബൈ ബൈ.